ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയം തിരുഹൃദയം വിചിന്തനം നമ്മൾ തുടരുകയാണ്. ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരുഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു. നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തിനും ഏതിനും ശരിയായി പ്രവർത്തിക്കുന്ന ഹൃദയമാണ് സുപ്രധാനം എന്നുള്ള കാര്യം നാം കണ്ടു കഴിഞ്ഞു. മുമ്പോട്ടുള്ള എപ്പിസോഡുകളിൽ നാം കാണാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തെ വിരൂപമാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കാപഠ്യം നമ്മുടെ ഹൃദയത്തെ വിരൂപമാക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ജെറമിയ 17:9 വചനം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഹൃദയം മറ്റെന്തിനേക്കാൾ കാപഠ്യമുള്ളതും ശോചനീയമാം വിധം ദുഷിച്ചതുമാകാം. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം പോകും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് ശോചനീയമായ ഒരവസ്ഥയായിട്ട് നമ്മൾ കാണണം. കാപഠ്യത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം. സങ്കീർത്തനം 119 113 വചനം എടുക്കുമ്പോൾ കപട ഹൃദയരെ കർത്താവ് വെറുക്കുന്നു എന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ അറിയണം, കാപഠ്യം അപകടകാരിയാണ്. അത് നമ്മെ പഠിപ്പിക്കുന്ന ചില വചനങ്ങൾ സങ്കീർത്തനം 73:27 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തോട് കാപഠ്യം കാട്ടുന്നവരെ ദൈവം സംഹരിക്കും. ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ കാപഠ്യമോ നമ്മുടെ സാമർഥ്യമോ ഒന്നും വിലപ്പോകില്ല. ദൈവത്തോട് കാപഠ്യം കാണിക്കുന്നവരെ ദൈവം സംഹരിക്കും എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ശരിക്കും എന്താണ് കാപഠ്യം, എങ്ങനെയാണ് കാപഠ്യം നമ്മളിൽ പ്രകടമാവുക. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ചിലപ്പോൾ നമുക്ക് പുറം ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ പറ്റും, എന്നാൽ അകം മലിനമായിരിക്കാം. മത്തായിയുടെ സുവിശേഷം 23 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്: കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. തുടർന്ന് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ പാത്രത്തിൻ്റെ പുറം വൃത്തിയാക്കുന്നു, അകം മലിനമാണ്. നിങ്ങൾ ശവകുടീരങ്ങൾ പോലെയാണ്, പുറമേ വെള്ളയടിച്ചിട്ടുണ്ട്, പക്ഷേ അകം മലിനമാണ്. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നുണ്ട്. പുറമേ നമ്മൾ നല്ലവരായിട്ട് ജീവിക്കുകയും യഥാർത്ഥത്തിൽ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് കാപഠ്യമാണ്. മറ്റൊരു രീതിയിൽ നമുക്ക് കാപഠ്യം പ്രകടമാക്കാൻ പറ്റും. ചിലർ ഗൗരവമുള്ള കാര്യങ്ങൾ അവഗണിക്കും, എന്നിട്ട് അപ്രധാനമായ ചില കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കും. അവർക്ക് ഇഷ്ടമുള്ള സൗകര്യമുള്ള ചില കാര്യങ്ങൾ അതിന് അമിത പ്രാധാന്യം കൽപ്പിച്ച് ഇതാണ് ശരിക്കും ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് എന്ന രീതിയിൽ അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്നു വരും. അതും കാപഠ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മലിനഹൃദയം മറച്ചു വെച്ച് മധുര വാക്കുകൾ അവർ സംസാരിക്കും. അതും കാപഠ്യമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 26:23 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത് മലിനഹൃദയം മറച്ചു വെച്ച് മധുരവാക്കുകൾ പറയുന്നത് ഈ പാത്രത്തിൻ്റെ പുറമേയുള്ള കൊത്തുപണികൾ പോലെയാണ്. ഇനി ആ കൊത്തുപണിയേക്കാൾ പ്രധാനപ്പെട്ടത് ആ പാത്രത്തിൻ്റെ ഗുണമേന്മയാണ്. പറയുന്നുണ്ട്, നമ്മൾ കാപഠ്യമില്ലാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് മാറണം. എന്തിലെല്ലാം ഈ കാപഠ്യം പ്രകടമാകാം എന്നുള്ളതും നാം മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. റോമാലേഖനം 12:3 വചനം പറയുന്നുണ്ട്: ഉള്ളതിനേക്കാൾ കൂടുതൽ മേന്മ ആരും ഭാവിക്കരുത്. നമുക്കില്ലാത്ത നന്മ ഉണ്ടെന്ന് നമ്മൾ ഭാവിക്കുന്നെങ്കിൽ അത് കാപഠ്യമാണ്. സുഭാഷിതങ്ങൾ 28:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്: പാപം മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകില്ല. പാപം ഉണ്ടായിട്ട് ആ പാപം മറച്ചു വെച്ച് എന്നിലൊരു പാപവുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തികളെ കണ്ടെന്നു വരും. അവർക്ക് ഐശ്വര്യമുണ്ടാകില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് സുഭാഷിതങ്ങൾ 27:5 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്: തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ നല്ലത്.
ചിലർ മുഖത്ത് നോക്കി ആരുടെയും കുറ്റവും കുറവൊന്നും പറയുകയല്ല, പക്ഷെ മറ്റുള്ളവരോടെല്ലാം ഇവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കും. ഇവരുടെ അടുത്ത് വേണമെങ്കിൽ നിഗൂഢമായ സ്നേഹം, വേണേ മധുരവാക്കുകളൊക്കെ സംസാരിക്കുന്ന ആ ഒരവസ്ഥ, അത് കാപഠ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ കാപഠ്യം നമ്മുടെ ഹൃദയത്തിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുദപിക്കാം, നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതാണ് തിരുഹൃദയ പ്രതിഷ്ഠയിലൂടെ നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിന്നൊരു പൊതു നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് സ്വയം അംഗീകരിക്കാതെയും അനുദപിക്കാതെയും ഇരിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. നമുക്ക് തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് പ്രവേശിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയെപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.